നമ്മുടെ തെരഞ്ഞെടുപ്പ് മാമാങ്കമൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്ലൈമാക്സ് ആണ് ആര് മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയോട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അതായത് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിച്ചാൽ തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഊഴം കഴിഞ്ഞു. പിന്നീട് നമ്മൾ പ്രവർത്തനത്തിലേക്കാണ്. മില്യൺ മലയാള ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ലോകമെമ്പാടും 1 കോടി മലയാളികളെ ഒരേ കുടക്കുഴലിൽ നിരത്തുന്ന ഈ പരിപാടി, വിഷണറി പ്രോജക്റ്റ്, അതിൻ്റെ കൂടുതൽ ശക്തിയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ വളരെ ആവേശത്തോടാണ് ഇപ്പോൾ MMCയിൽ ആളുകൾ ചേരുന്നത്. ഈ 10 മില്യൺ മലയാളികളുടെ കൂടെ നിവരുമ്പോൾ എന്തെല്ലാം ഗുണമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇന്നലെ എന്നോട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം മേധാവി വിവേക് പറയുകയായിരുന്നു, നമ്മൾ MMC അംഗങ്ങൾക്കെല്ലാം ഒരു സ്റ്റിക്കർ കൊടുത്ത്, കാറിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു സ്റ്റിക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു MMCക്കാരൻ വഴിയെ പോകുമ്പോൾ വേറെ MMCക്കാരൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ MMC മെമ്പർ അല്ലെ ഫാമിലി പോകുന്നു, MMCക്കാരൻ വണ്ടി നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കാം. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അങ്ങനെ 1 കോടി ആളുകൾ ഒന്നിച്ചായാൽ എന്തെല്ലാം സാധ്യതകളുണ്ടോ, എന്തെല്ലാം സഹായങ്ങളുണ്ടോ, അതെല്ലാം നമുക്ക് ചെയ്യാം. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്, ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മൾ അണിനിരക്കുക. ഇതിനോടകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ MMCയുടെ ഭാഗമായിട്ടുണ്ട്. മില്യൺ മലയാളി ക്ലബ്ബിൽ അംഗങ്ങളാവുകയാണ് കൊച്ചിയിലെ മഹാത്മാ സ്നേഹ കൂട്ടായ്മ. ഒറ്റപ്പെടലിന്റെയും നിസ്സഹായാവസ്ഥയുടെയും ആശങ്കകൾ ലോകത്തൊരു മലയാളിയെയും അലട്ടരുതെന്ന ലക്ഷ്യത്തിലാണ് മില്യൺ മലയാളി ക്ലബിന്റെ പ്രവർത്തനം. പരസ്പരം സഹായിക്കാനും ഉപദേശങ്ങൾ തേടാനുമെല്ലാം ആപ്പ് വഴിയൊരുക്കുകയാണ്. അതുതന്നെയാണ് മഹാത്മാ സ്നേഹ കൂട്ടായ്മ എന്ന ചാരിറ്റി ക്ലബിനെയും മില്യൺ മലയാളി ക്ലബിൽ അംഗമാവാൻ പ്രേരിപ്പിച്ചത്. നിരവധി അംഗങ്ങളുള്ള കൂട്ടായ്മയാണ് മഹാത്മാ സ്നേഹ കൂട്ടായ്മ. ഇതിലെ മുഴുവൻ അംഗങ്ങളും MMCയുടെ ഭാഗമായി. ഈ ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണ്. ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരം ഉണ്ടാകുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്നൊരു സംഘടനയാണ് ചാരിറ്റി കൂട്ടായ്മ നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ നല്ലൊരു കാര്യമാണ്. ഇതിലെന്തുകൊണ്ട് നമ്മൾക്കും കൂടി അംഗമായിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയുണ്ടായി. കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തിപ്പുറത്ത് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് കുറേ കൂടി വൈഡായിട്ട് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. ഏതൊരു സന്ദർഭവും അല്ലെങ്കിൽ ഏതൊരു ചാൻസും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരു വൈഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതിൽ. തങ്ങൾക്ക് പരിചയമുള്ളവരെയും MMCയുടെ ഭാഗമാക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നല്ലൊരു കാര്യമാണല്ലോ. ഉദ്ദേശം എന്തായാലും നല്ലതായതുകൊണ്ട് ഉറപ്പായും ചെയ്തിരിക്കും. ചേർത്തുനിർത്തലിന്റെ ഇടമായ MMCയിൽ അംഗമാകാൻ ഇതുപോലെ എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. 24 കൊച്ചി. അപ്പോൾ എന്തായാലും MMC കടയിലും വേണമെന്നാണ് അൽഫ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഒരാൾ പറയുന്നത് എനിക്ക് വണ്ടിയില്ലാത്തവർക്ക് പോക്കറ്റിൽ കുത്താം. അപ്പം നമ്മൾ MMC അംഗങ്ങൾ തമ്മിൽ കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമല്ല, ഒരു സൗഹൃദം, ഹായ് MMC ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ തക്ക ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. മാത്രമല്ല, വഴി ചോദിച്ച് വരുമ്പോൾ വീട്ടിൻ്റെ വാതിൽക്ക് MMC കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു MMC വീടാണ്, നിങ്ങൾക്ക് എന്ത് സഹായവും ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ ഒരു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, മലയാളി വേൾഡ് വൈഡ് എന്നാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു കുടയിൽ കയറുന്നു. അപ്പോൾ നമ്മളതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ മാമാങ്കത്തിന് നടുവിൽ പെട്ടുപോയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയക്കുറവും സ്ഥലക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും MMC വാർത്തകളുണ്ടാവും. MMCയുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. 24 ഫ്ലവേഴ്സും നമ്മുടെ ഡിജിറ്റൽ മാധ്യമമൊക്കെ അതിനായിട്ട് ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഒന്നിച്ചാകാൻ വേണ്ടി പരിശ്രമിക്കുക. ആളുകൾ ഭിന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ജാതി മത അങ്ങനെയുള്ള വർഗീയ പരിഗണനകൾക്കെല്ലാം അപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ചിന്തിക്കാൻ കഴിയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ, അത് നമ്മുടെ കരുത്താകും. ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ അതൊക്കെ വലിയ ഗുണമാകും. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തൊഴിൽ രംഗത്തുമൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പം തന്നെ തൊഴിൽദാതാക്കളായ ലുലുവിനെ പോലുള്ള പല ആളുകളും MMC വഴി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ വീടില്ലാത്തവർ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അണിചേരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.